ഹായ് ഫ്രണ്ട്സ്, മദാരി മോട്ടോഴ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇന്നോവ ക്രിസ്റ്റയുമായിട്ടാണ് കേട്ടോ. ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയുമായിട്ടാണ്. നല്ല ഹെവി റെയിനും കാര്യങ്ങളൊക്കെയാണ്. മഴ പെയ്യാത്തൊരു ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ആ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മഴയിലുണ്ട്, അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറും. മഴ പോയാൽ പിന്നെ നമ്മൾ വീഡിയോ എടുക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലേ മഴ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി ഉള്ളത്. മാനുവലാണ്, G4 മാനുവലാണ്. അതർ സ്റ്റേറ്റ് വണ്ടിയാണ് കേട്ടോ, ഡൽഹി രജിസ്ട്രേഷനിലെ വണ്ടിയാണ്. ഒരു വൈറ്റ് കളറിൽ G4. യാതൊരു മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. 1,59,000 കിലോമീറ്ററാണ് വണ്ടി ഓടിക്കുന്നത്. ഓൾമോസ്റ്റ് ഒക്കെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ മൈന്യൂട്ടായ ചെറിയ സ്ക്രാച്ച് ഉണ്ടെന്നല്ലാതെ മേജറായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2018 മോഡലാട്ടോ. ഒരു 7 സീറ്റർ വണ്ടിയും കൂടിയാണ് കേട്ടോ. അത് ലെഫ്റ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും മേജറായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും കൂടുതലൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. വണ്ടി ഇറങ്ങിയ മാതിരി തന്നെയാണ്. എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും കൂടുതലൊന്നും ചെയ്തിട്ടില്ല. അലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സൈഡിൽ എന്തായാലും ഒരു 70% മുകളിൽ ടയറും കാര്യങ്ങളുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഇന്നോവ ക്രിസ്റ്റ 2.4G എന്നൊരു ബാഡ്ജിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ടായാലും 2-3 സ്ക്രാച്ച് ഉണ്ടെന്നല്ലാതെ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. ഇവിടെ അങ്ങനെ ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളുണ്ട്. അല്ലാതെ മേജറായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു 40-50% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അലവിലും കാര്യങ്ങളൊക്കെയാണ്. ഇനി അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഒരു ഫിനിഷിങ്ങിലാണ് ഇൻറ്റീരിയർ ഭാഗം ഉള്ളത്. ഫ്രണ്ടിലെ 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാരിങ് കോളിംഗ് ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി റൂഫിലേക്ക് നോക്കുകയാണെങ്കിലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂഫ് ഒരു 7 സീറ്റർ വണ്ടിയാണ്. സീറ്റ് കവർ ഇല്ല കേട്ടോ. സീറ്റ് കവർ കമ്പനി ഇറങ്ങിയ ഇത് തന്നെയാണ്. അത്യാവശ്യം തിരക്കില്ലാത്ത വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പാണ്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഗ്ലാസ് ഒക്കെ പക്ക ഒറിജിനൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോണറ്റ് ആണെങ്കിലും ഡോറും ഡിക്കും ഒക്കെ ഒറിജിനലാണ് കേട്ടോ. ഒക്കെ ഒറിജിനൽ ഇതാണ്. ഈ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ എഞ്ചിൻ റൂം ഭാഗം നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട്. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. മെക്കാനിക്കൊക്കെ ഇപ്പോൾ ഒരു പക്ക മെക്കാനിക്കും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം ഓൾമോസ്റ്റ് ഒരു സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2023 വരെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബോണറ്റ് ആണെങ്കിലും കമ്പനി ബോണറ്റാണ്. ഒന്നും മേജറായിട്ടുള്ള റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. NOC നമുക്ക് ഏത് RT ഓഫീസും എടുത്തു കൊടുക്കാൻ കഴിയുന്നതാണ് കേട്ടോ. 12.5 ലക്ഷം റുപ്യാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വിത്ത് NOCയിൽ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.